ടീമേ എല്ലാവർക്കും നമസ്കാരമുണ്ട്. ആലപ്പുഴയിലേക്കുള്ളൊരു യാത്രയിലാണ് കേട്ടോ. അപ്പോഴൊരു ഉദ്ഘാടനം ഉണ്ട് അവിടെ. അപ്പോൾ ഉദ്ഘാടനം വൈകുന്നേരമാണ്. അതിന് മുമ്പ് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനും കൂടി കാണുന്നുണ്ട്. അപ്പാപ്പി എന്ന പേര്. പുള്ളി ഒരു മീൻ പിടിച്ചിട്ടാണ് ജീവിക്കുന്നത്. പുള്ളിയുടെ ബ്ലോഗ് കാണാറുണ്ട്. അപ്പാപ്പി ഫിഷിംഗ് ബ്ലോഗ് എന്നാണ് ഞാൻ കാറിൽ പോകുമ്പോൾ കാണുന്ന ആളാണ്. അപ്പോൾ പുള്ളി ഞാൻ വിളിച്ചിട്ടുണ്ട് കേട്ടോ. പുള്ളി ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനാണ്. അപ്പോൾ പുള്ളിയുടെ വീടൊക്കെ ഭയങ്കര ചെറിയ വീടാണ്. അപ്പോൾ ഞാൻ പുള്ളിക്ക് പോലും അറിയാൻ പോലെ ഞാൻ വരുമെന്ന്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വിളിച്ച് പറഞ്ഞ് പുള്ളി ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പോൾ ഞാനെപ്പോഴും പോകുന്നത് പുള്ളിയുടെ ബ്ലോഗാണ് കാണുന്നത്. എന്താ പുള്ളി മീൻ പിടിക്കുന്ന ആള്. ഇതാണ് ആള്. എന്താ ബാക്ക് വെച്ചാണ് കാണുന്നത് പുള്ളിയുടെ. എന്താ ഇത് തന്നെ പുള്ളി. ഈ പുള്ളിനെയാണ് ഞാൻ കാണാൻ പോകുന്നത്. അപ്പോൾ അവിടെ കണ്ടിട്ട് പുള്ളിയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ തിരക്കാം. എങ്ങനെ ആവുന്നൊന്നും പിടുത്തമില്ല കേട്ടോ. പുള്ളിക്ക് എന്നെ കാണുമെന്ന് ആഗ്രഹമുണ്ട്. പുള്ളിക്ക് ശരിക്കും പറഞ്ഞാൽ നെറ്റിപ്പോയിട്ട് ഞാൻ ഫോൺ ചെയ്തപ്പോൾ. അപ്പോൾ ഞാൻ ഇന്ന് ഉദ്ഘാടനത്തിന് മുമ്പ് പുള്ളിനെ കാണും. പുള്ളിയുടെ വീട്ടിൽ പോകും. കുറച്ച് പാട്ടൊക്കെ പാടണം. പറ്റുമെങ്കിൽ നാട്ടുകാരെ കാണണം. എന്നാൽ പുള്ളിനെ കാണാല്ലേ. ഹലോ, സുഖല്ലേ? ഞങ്ങളൊരു മൈക്ക് ഇവിടെ ഇരിക്കട്ടെ. കൊറേ ക്യാമറ ഒക്കെ ഉണ്ട്. ഇത് ഇത് നമ്മുടെ ഞാൻ നിങ്ങളുടെ ചാനൽ കാണാറുണ്ട്. ഞാൻ നിങ്ങളുടെ ഒരു ഫാൻ ബോയാ. അപ്പാപ്പീനെ ഞാനിങ്ങനെ യാത്ര ചെയ്യുന്ന ഒരാളാണ്. ഒരുപാട് പ്രോഗ്രാമൊക്കെ പോകുമ്പോൾ എൻ്റെ വണ്ടിയിൽ ഇതുണ്ട്, നെറ്റ് ഉണ്ട്. അപ്പൊ അതിൽ ഞാൻ നിങ്ങളുടെ ചാനലായിരുന്നു കൂടുതൽ കാണുന്നത്. എനിക്ക് മീൻ പിടിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമുക്കിന്ന് സമയം ഉണ്ടെങ്കിൽ നമുക്കിന്ന് വീശാൻ പോകാനുള്ള വള്ളം ഇല്ല. ഞാനൊരു ഉദ്ഘാടനത്തിന് വേണ്ടി വന്നതാ. മണ്ണഞ്ചേരി പിള്ളേര് പറഞ്ഞു. ഞാനേ പിള്ളേരെ വിളിച്ച് പറഞ്ഞു എന്റെ മക്കളായി. പേരെന്താ? ഞാൻ വീഡിയോയിൽ കണ്ടിട്ട്. ഇത് ചേട്ടന്റെ ഇത് എന്റെ മൂത്തയാള്, എന്റെ നടുവത്തെ ആള്. ഞങ്ങളെല്ലാരും ഫ്ലവേഴ്സ് വരുന്നില്ല അങ്ങോട്ട്. ഞങ്ങളെല്ലാരും ഫ്ലവേഴ്സ് കാണുന്ന ഞങ്ങളുടെ ടീം. ഞാനൊന്ന് കെട്ടിപ്പിടിച്ചിട്ട. അതല്ല മിടുക്കണ കണ്ടാള്. നമ്മള് വീഡിയോയിൽ കാണുന്ന പോലെ അല്ല. ഞങ്ങൾ രണ്ടൊരു ഒരേപോലെ ഇരിക്കണല്ലേ. അപ്പൊ ഞാൻ നിങ്ങളുടെ ഒരു കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി വന്നത്. വെറുതെ നമുക്കല്ല ആർട്ട് സൈഡിലേക്ക് കുടുംബമൊക്കെ എല്ലാരും സ്വരം കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. പക്ഷെ എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എവിടെ ഇരിക്കാനാ? നമുക്കിവിടെ ഇരിക്കാമല്ലോ. അപ്പൊ പുറകിൽ ഇതും കിട്ടുമല്ലോ. കുർബാന നടക്കണോണ്ടേ. ആണോ? അപ്പൊ ഹലോ 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 നമ്മുടെ സഹോദരങ്ങളെ കേട്ടോ. അറിയാം. നമുക്ക് കുർബാന ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് നമുക്ക് അങ്ങോട്ട് നീങ്ങിക്കാം. കുർബാന പള്ളി കുർബാന നടക്കണം. ഇല്ല, ഉദ്ഘാടനത്തിന് വന്ന ചേട്ടായി. നിങ്ങൾ പിടിക്കണ്ടേ? ഞാൻ എന്റെ വീഡിയോ തരാം. രണ്ടും ഒന്ന് തന്നെയല്ലേ? ഓക്കെ. സൗണ്ട് ഉള്ളതുകൊണ്ടേ നമുക്ക് എവിടെ നിൽക്കണം? നമുക്ക് ഈ സൗണ്ട് ഇപ്പോഴും കിട്ടുമല്ലോ. നമുക്ക് അവിടേക്ക്. അമൽ ബ്രോ, ഹലോ ടീമേ. ഹലോ 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 ഹലോ. ഞാൻ നിങ്ങളെ അപ്പാപ്പിനെ കാണാൻ വേണ്ടി വന്നതാ. ഞാൻ അപ്പാപ്പിയുടെ ഫാനാ. ഓക്കെ ഓക്കെ ഓക്കെ. പ്രോഗ്രാം ഇന്ന് ലക്ഷ്മി ഞാനും കൂടി ഒരു പ്രോഗ്രാം ഉണ്ട് ഇവിടെ. ലക്ഷ്മി അവിടെ ഒരു ഗ്രാനൈറ്റ് കടയുടെ ഉദ്ഘാടനം. അത് പുള്ളിയെ ഇഷ്ടമുള്ള ആളാ ഞാൻ. അപ്പാപ്പി നമുക്ക് യൂട്യൂബ് ചാനലുണ്ട്. അപ്പാപ്പി ഫിഷിംഗ് ബ്ലോഗ്. ഫിഷിംഗ് ഒക്കെ കാണാറുണ്ട്. ഹലോ, കാപ്പി കുടിച്ചാ? ഏത് പാട്ട് പറഞ്ഞു? ടീം പാടിയാ നമ്മള് സപ്പോർട്ട് ചെയ്യല്ലേ? നിനക്ക് ഏത് പാട്ട് കേൾക്കണം? ഏതെങ്കിലും പാട്ടാ? കായലല്ലേ? അപ്പൊ നമുക്ക് കുമ്പളങ്ങി കായലിലെ കരിമീൻ കഴിച്ചോ, കണ്ണമാലി കടലിൽ കടമ്പ് വന്നു, കണ്ടക്കടവിലെ കടവ് കണ്ടോ, കുട്ടന്റെ കടയിലെ കട്ടൻ കുടിച്ചോ. ടീമേ 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 ഹാ ടീമേ 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 ടീമേ. പോരെ? ലക്ഷ്മിയൊക്കെ അന്വേഷിക്കാം.
നമുക്ക് ഒരുപാട് സന്തോഷം കേട്ടോ. നമ്മള് TV കാണുന്ന എപ്പോഴും കേൾക്കുന്ന പാട്ടാ. അതാ നമ്മള് കോറസ് കൂടെ പിടിച്ചത് കേട്ടാ. എല്ലാരും ഉണ്ടാ? എല്ലാ ടീമും ഉണ്ടാ? ചിരിച്ചോ? ABCD കിട്ടിയ ഒന്നും കൂടി. ഓക്കെ, അയാള് ശരി ശരി. ഓട്ടോസക്കാരൊക്കെ ഞങ്ങളെ സഹോദരങ്ങളാ എല്ലാരും. അപ്പാപ്പിനെ കാണാൻ വന്നതാ. അപ്പാപ്പിയുടെ ഫാനാ. സ്റ്റാർ മാജിക് കാണാറുണ്ട്. ഞാൻ ഈ പുള്ളിയുടെ പരിപാടിയും കാണാറുണ്ട്. പുള്ളിക്ക് ഇവിടെയാണ് വിലയില്ലാത്ത. ഞങ്ങള് വിലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാ. നിങ്ങളുടെ എൻ്റെ നാട്ടില് എന്നെ ഇഷ്ടമല്ലായിരിക്കും. സംസാരിക്കാം. നമുക്ക് ഫുൾ വീഡിയോ ഉള്ളപ്പം പിന്നെ ഫോട്ടോ പോകുന്നതിനെക്കാട്ടും നമ്മൾ ഫോട്ടോ എടുക്കും. ഫോട്ടോ ഒക്കെ എടുക്കാം നമുക്ക്. നമുക്ക് ഇവിടെ നിന്നാലും ഇവിടെ നിന്നാ ചായ ഒക്കെ കുടിക്കാം നമുക്ക്. വീട്ടുകാരൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തന്നെ. ഇത് എന്റെ ഇളയാള് അനിഖ അനിൽ. ഇത് നടുവത്തെ ആള് ആഗ്രഹ അനിൽ. ഇത് മൂത്തയാള് അനുഗ്രഹ അനിൽ. ഇത് ചേട്ടന്റെ മോൻ. 3 പേരാ ഉള്ളത് അല്ലേ? അതെ അതെ. ഇത് സെൽവരാജ് എന്റെ ചേട്ടന്റെ മോൻ. ചേട്ടനെ ഞാനിങ്ങനെ ഞാൻ പറഞ്ഞില്ലേ മീൻ പിടുത്തം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വീട്ടില് ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. കൊല്ലത്തില് 2 പ്രാവശ്യമൊക്കെയാണ് അങ്ങനെ ചെയ്യുള്ളൂ. എന്റെ ബ്രദർ ഉണ്ട് സ്റ്റാൻലി എന്ന് പറഞ്ഞ പുള്ളി സ്കൂളിലെ ടീച്ചറാണ്. പുള്ളിയും ചേട്ടനെ പോലെ മീൻ പിടിക്കും. പുള്ളി സർക്കാർ ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ ചേട്ടനും മീൻ പിടിക്കും. അപ്പച്ചൻ ഫിഷർമാനായിരുന്നു. അപ്പച്ചന് കടലിൽ പോണ ആളായിരുന്നു. അപ്പോൾ അങ്ങനെ മീനിനെ പിടിക്കുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പിടിക്കൂല അങ്ങനെ ചേട്ടനെ പോലെ തന്നെ. മീനിനെ പിടിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ എനിക്കറിയാം. ഇവര് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ പിടിച്ചിട്ട് കിട്ടുമ്പോഴാണ് സന്തോഷം. പിന്നെ ആ വലയൊക്കെ ഒന്ന് നന്നാക്കി എടുക്കാനും പിടിക്കാനൊക്കെ ഭയങ്കര പാടാണ്. ഇതിന് ഭയങ്കര ഒരു കഷ്ടപ്പാടുണ്ട്. ഒരുപാട് ചെറിയ കഷ്ടപ്പാടല്ല. അധ്വാനിച്ച് ഈ പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. വെച്ചിട്ടുണ്ടെങ്കിൽ അധ്വാനിച്ചൊന്നും ചെറിയ അധ്വാനം അല്ല കേട്ടാ. ഞാനൊരു തൊഴിലാളിയായിരുന്നു. അതുകൊണ്ട് എനിക്കറിയാം അതിന്റെ കാര്യങ്ങൾ. അപ്പൊ ബ്രാലാണല്ലോ ഏറ്റവും കൂടുതൽ പിടിക്കുന്നത്. നിങ്ങൾ ചേറുമീൻ എന്ന് പറയുമല്ലോ. അത് ബ്രാലിന്റെ ഇനത്തിൽപ്പെട്ട തന്നെ വലുതുണ്ട് ചേറുമീൻ എന്ന് പറയുന്നത്. പിന്നെ അതേ കണക്ക് തന്നെയാണ് നമ്മുടെ വാഹ. ഇതെല്ലാം വരാലിന്റെ ഒരൊറ്റ ചേട്ടനെയാണ് ഈ വലയും എല്ലാം. അതെ എന്റെ ചേട്ടന്റെ സ്വന്തം വല. ചേട്ടന് ഏറ്റവും ഇഷ്ടമുള്ള ജോലി ഇത് തന്നെയാണ്. ഞാൻ കല്ലിന്റെ പണിക്ക് പോയിട്ടുണ്ട്, ലോഡിങ്ങിന് പോയിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ നമ്മളെ അച്ഛൻ അപ്പൂപ്പൻ എല്ലാരും ഇങ്ങനെ മീൻ പിടിച്ചാണ് ഇങ്ങനെ വന്നത്. ഞങ്ങളൊക്കെ ഇത്ര ആയത് അങ്ങനെയാണ്. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ മീൻപിടുത്തത്തിലേക്ക് മാറിയതാണ്. കാരണം നമുക്ക് ഇതിൻ്റെ അകത്ത് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. നമുക്കൊരു സന്തോഷം കിട്ടുന്നുണ്ട്. അതിൽ നിങ്ങളുടെ വീഡിയോ കാണുമ്പോൾ, എൻ്റെ വീഡിയോ നിങ്ങളുടെ വീഡിയോ കാണുമ്പോൾ നമ്മൾക്ക് ഒരുപാട് ഗൾഫിലൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്, പ്രവാസികളൊക്കെ ഇവിടെ വീട്ടിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. നാച്ചുറൽ വീഡിയോ ആണ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന ഒരു വെച്ചുകെട്ടില്ലാതെ അല്ലേ, നമ്മുടെ ആളാണ് എല്ലാം പറയുന്നത്. നമ്മളുടെ മനസ്സിൽ കളങ്കമില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. എൻ്റെ വീഡിയോസും അങ്ങനെ ഞാൻ എപ്പോഴും കാണുന്നതല്ലേ, ഞങ്ങൾ പിള്ളേരെല്ലാരും കാണുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ കണ്ട് ഇങ്ങനെ കുറച്ച് സംസാരിക്കാനൊക്കെ വേണ്ടി വന്നതാണ്. വെച്ചാൽ പിള്ളേർ എന്തെങ്കിലും പാട്ടൊക്കെ പാടുവോ? സ്പോർട്സിന് പോകും പുള്ളിക്കാര്. സ്പോർട്സിനൊക്കെ ആണോ? പഠിക്കുന്ന എത്രയിലൊക്കെയാണ്? 8ാം ക്ലാസ്. ഇത് ഇയാള് 10 +1. അപ്പോൾ അപ്പാപ്പിയുടെ വിശേഷങ്ങൾ ഇപ്പം പറഞ്ഞിട്ടിരിക്കാൻ ചാനലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല. അപ്പാപ്പി ഫിഷിംഗ് ബ്ലോഗ് എന്നാണ് കേട്ടോ ചാനലിൻ്റെ പേര്. നമുക്ക് മില്യൺ ഫോളോവേഴ്സ് ഉള്ളതാണ്. അപ്പോൾ ഈ ഫോളോവേഴ്സൊക്കെ എല്ലാ അപ്പാപ്പിയുടെ വീഡിയോയും കാണണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോനെക്കാട്ടും അടിപൊളി വീഡിയോസാണ് പുള്ളി ഇരുന്നത്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഞാൻ മീൻ പിടിക്കുന്ന വീഡിയോ ഇഷ്ടം. പുള്ളിയുടെ ചാനലിൽ ഏതെങ്കിലും ഒരു എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ റെഗുലറായിട്ട് പുള്ളിയുടെ ചാനലിലിടും. പുള്ളിക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ ഭയങ്കര കുറവാണ്. നമ്മളുടെ ടീം അപ്പാപ്പിയുടെ ടീമും കൂടി ആയി മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പാപ്പീനെ കാണാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാവും. കഷ്ടപ്പെട്ട് ബ്ലോഗ് ചെയ്യുന്ന ആളാണ്. ബ്ലോഗ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ മീൻ പിടിക്കുന്ന ബ്ലോഗുകളാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ അതിലാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പാട്. നമ്മളിപ്പോൾ ടൈൽസ് ആൻഡ് ടോണിക്കൊക്കെ പോകാൻ നേരത്ത് ഇത്ര കഷ്ടപ്പാടുണ്ടാവില്ല. മീൻ പിടിച്ചിരിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാണുമ്പോൾ സുഖമാണ്. മീൻ പിടിച്ച് കഴിഞ്ഞിട്ട് ഈ വലയൊക്കെ കഴുകിയെടുക്കണം എന്ന് പറഞ്ഞാൽ നിസ്സാര പരിപാടിയില്ല. അപ്പോൾ ആയാലും ക്ഷമ വേണം ശരിക്കും പറഞ്ഞാൽ അല്ലേ. ഉടക്കി കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷമുണ്ട്. നമുക്ക് വല കിട്ടുന്നതിനെക്കാട്ടി വല ഇപ്പം ഒരു 100 കിലോ മീൻ കിട്ടി നമുക്ക് കൈക്ക് ഒരു 2 എണ്ണം കിട്ടുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു സന്തോഷമാണ്. ചില ദിവസമൊക്കെ ചേട്ടൻ പറയണേക്കാം
നമുക്ക് പെട്രോളിനുള്ള പൈസ കിട്ടിയാൽ മതിയാണ്. അതൊക്കെ എന്താ അത് ചില സാഹചര്യത്തിൽ കിട്ടില്ല. തക്ക വയ്ക്കണം. ഇപ്പൊ നമുക്ക് പണിക്ക് പോകാൻ പറ്റത്തില്ല. ഇപ്പം വെള്ളം കൂടുതലാണ്. ഈ മഴ പെയ്തോണ്ട് മഴ പെയ്യുമ്പോ മീൻ ഓടുപോയി, ഇപ്പൊ നിക്കുന്നില്ല, എങ്ങും തങ്ങുന്നില്ല, ഓടി 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 നൽവെള്ളത്തിലേക്ക് ഇങ്ങനെ പോകും. അത് കാരണം നമുക്ക് പോയി ഇറങ്ങി നിന്ന് മീൻ പിടിക്കാനുള്ള അവസരം നമുക്ക് ഇപ്പൊ ഇല്ല. പക്ഷെ നമ്മള് 360 ദിവസവും മീനിന്റെ പണി തന്നെ. 365 ദിവസം മീനിന്റെ പണി തന്നെ, വേറെ പണിയില്ല. ഇന്നും പോവും ചേട്ടൻ? എന്നും പോകും. ഇന്ന് പോവാൻ നിന്നപ്പോഴേ ഞാൻ വിളിച്ചത്. അല്ല, ഇപ്പം മഴയായതുകൊണ്ട് ഇപ്പൊ ഇല്ല. അപ്പുറം ഇങ്ങനെ ഇപ്പം 2-3 ദിവസമായിട്ട് ഞാൻ അടുപ്പിച്ച് പള്ളത്തിൽ കോരാൻ പോവാ. നമ്മുടെ ഈ കൃഷിയുള്ള പാടത്ത് നിന്ന് ഇങ്ങനെ വെള്ളം അടിക്കും മോട്ടർ. അപ്പൊ അങ്ങോട്ട് ഈ ചെറിയ ചെറിയ പള്ളത്തി, പരല്, വയമ്പ് ഇതൊക്കെ കയറി വരും. അപ്പൊ നമ്മൾ ചെറിയ വട്ടവല വെച്ച് ആ ഒഴുക്കിനെതിരെ ഇങ്ങനെ കൂരി കൂരി നമ്മൾ എടുക്കും. ഇപ്പൊ 2-3 ദിവസമായിട്ട് ഇപ്പൊ ആ പണിക്കാൻ പോകണം. ഇവിടെ ഇറങ്ങി പിടിക്കുന്ന ഇവിടെ ഒരുപാട് മത്സ്യത്തൊഴിലാളികളുണ്ട്. ഒരു 50-ൽ മേളിൽ മത്സ്യത്തൊഴിലാളികൾ ഇവിടെ ഉണ്ട്. ഇവിടുന്ന് ഒരു 5 വള്ളം ഇവിടുന്ന് മീൻ പിടിക്കാനായിട്ട് പോകണ്ട. എല്ലാ 360 ദിവസവും എല്ലാവർക്കും ഈ പണി തന്നെ. പിന്നെ ഈ മഴ സമയത്താണ് ഈ വട്ടവലയായിട്ട് ചെറിയ ഈ പള്ളത്തീനൊക്കെ പിടിക്കാൻ പോകുന്നത്. ചേട്ടൻ ചില ദിവസങ്ങളിലൊക്കെ റോട്ടിയിട്ട് മീൻ പിടിക്കുന്നതാണ്. അത് നല്ല രസമാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് ഫ്രഷ് മീൻ കിട്ടും. ഐസിടാത്ത മീൻ കിട്ടുന്നത് വലിയ കാര്യം തന്നെയാണ്. പിന്നെ ചേട്ടൻ ഇത് പോയിട്ട് ഒരു വീട്ടിൽ കൊണ്ട് ത്രാച്ചിലൊക്കെ തൂക്കി കൊടുക്കണാണല്ലോ. അതവിടെ അതെന്താ നമ്മുടെ പാലത്തിന്റെ അടിയിൽ വീടല്ല, നമ്മുടെ മീൻ എടുക്കുന്ന തന്നെ ഒരു ഷെഡാ. ചില സമയത്ത് നമുക്ക് കഷ്ടം തോന്നും. ഭയങ്കരമായിട്ട് അധ്വാനിച്ച് ഒരുപാട് മീൻ കൊണ്ടുവരുമ്പോൾ നിസാര വില കിട്ടുള്ളൂ. അതെ അതെ, മീൻ ചത്തുപോയി കഴിഞ്ഞാൽ വില കുറവാണ്. അല്ലേ? വിലയില്ല. വരാലൊക്കെ ചത്തുപോയാൽ നമുക്ക് 500 രൂപ വില കിടക്കുന്ന സമയത്ത് വരാലൊക്കെ ചത്തുപോയാൽ നമുക്ക് 200 രൂപ കിട്ടുള്ളൂ. ചാകാതെ കൊണ്ടുപോകണം. ചാകാതെ കൊണ്ടുപോകണം. ചാകാതെ കൊണ്ടുപോയാലാണ് മീനിന് വിലയുള്ളൂ. പക്ഷെ നമുക്ക് മീൻ കാരി, വരാല്, ചെമ്പല്ലി ഇത് 3ഉം ചാകാതെ കൊണ്ടുപോകണം. വേറെ ഏത് മീൻ ചത്താലും നമുക്ക് പ്രശ്നമില്ല, വില ഒരേപോലെ തന്നെ കിട്ടുന്നുണ്ട്. അടിപൊളി. ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിക്കണമെന്നുണ്ട്. ഞാനിങ്ങനെ ഒരു ഇന്റർവ്യൂ പോലെ ഞാൻ സെലിബ്രിറ്റികളുടെ ഇന്റർവ്യൂ ആണ് നമ്മൾ കണ്ടേക്കുന്നത്. ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഇന്റർവ്യൂ ഒന്നും കണ്ടില്ല. എനിക്ക് സാധാരണക്കാരുടെ നമ്മൾ കാണുന്ന ആൾക്കാരെ എൻ്റെ മുന്നിൽ സെലിബ്രിറ്റികളാണ്. അപ്പോൾ ചേട്ടൻ്റെ ഇങ്ങനെ കുറിച്ച് അറിയാനും പിടിക്കാനൊക്കെ വേണ്ടി വന്നതാണ്. കാണുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെയുള്ള വിശേഷങ്ങൾ വല്ലപ്പോഴേ കാണുള്ളൂ, എപ്പോഴും കാണാൻ പറ്റില്ല. നിങ്ങൾ നാട്ടുകാരനല്ലേ? ഇനി ആ ഒരു ദിവസം കൂടി വരും, മീൻ പിടിക്കാൻ വേണ്ടി ഞാൻ വരും. സന്തോഷം, ഒരുപാട് സന്തോഷം. അപ്പോൾ നമുക്ക് കായലിൻ്റെ പണ്ടേ പോയി നമുക്കൊരു കുക്കിംഗ് ചെയ്ത് നമുക്ക് മീനും പിടിച്ച് കായലിന്റെ പണ്ടേ തന്നെ ഇരുന്നു. അതായത് ഇവരൊക്കെ ഒന്നും മിണ്ടാതിരിക്കുന്ന അയ്യോ അവര് സന്തോഷം സന്തോഷം. അടുത്തേക്ക് പള്ളിയിലെ കുർബാന നടക്കണ് അല്ലേ? അതെ അതെ. അല്ലെങ്കിൽ നമുക്കൊരു പാട്ടൊക്കെ പാടാറുണ്ട്. ഞാനൊരു കരോക്കെ മൈക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ എന്താ വിശേഷം, എന്താ പറയാനുള്ള, എന്നെ കുറിച്ച് എന്താ പറയാനുള്ള? ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാന്ന് പറഞ്ഞാൽ ബാസിൻ ചേട്ടൻ, മറ്റേ നമ്മുടെ ഫ്ലവേഴ്സിലെ അതിൻ്റെ അകത്ത് അവരൊക്കെ ഇങ്ങനെ നമ്മള് കളിയാക്കുന്ന രീതിയിൽ പറയാൻ നേരത്തും ബാസിൻ ചേട്ടൻ ഒന്നും മിണ്ടാതിരിക്കാൻ നേരത്തും ഞങ്ങൾക്കുണ്ടല്ലോ. ഒന്നും മിണ്ടായിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി അങ്ങനെയാണ് കയറി വന്നത്. അങ്ങനെയാണ് നമുക്കറിയാം ഈ ഒരാളെ കളിയാക്കുക എന്നുള്ളതാണ് അതിൻ്റെ. പക്ഷെ ബാസ്റ്റിൻ ചേട്ടനെ കളിയാക്കാൻ നേരത്ത് അവര് ഒരു കളിയാക്കുമ്പോൾ ഞങ്ങൾ 10 പേര് ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അതാണ് ബാസ്റ്റിൻ ചേട്ടൻ. ബാസ്റ്റിൻ ചേട്ടനെന്ന് വിളിച്ചിട്ട് നമുക്കൊരു ബുദ്ധിമുട്ട്, ടീമേനെ വിളിക്കുന്നുള്ളൂ കേട്ടോ. അല്ലേ, നമ്മളിപ്പോ അടിമാലിയൊക്കെ പറഞ്ഞ പോലെ കളിയാക്കുന്നവനാണ് എപ്പോഴും ഉയർച്ച ഉണ്ടാവുന്ന പറയുന്ന പോലെ ഞാനിപ്പോഴും ഏറ്റവും കൂടുതൽ കളിയാക്കുന്ന ആളാണ്. എനിക്കാണ് ഏറ്റവും കൂടുതൽ പ്രോഗ്രാം. 30 ദിവസം ഉണ്ടെങ്കിൽ 10-20 ദിവസം പരിപാടികൾ. നമ്മളെ ടീം എവിടെ പോയാലും കുറഞ്ഞ ഒരു 10 പാട്ടെങ്കിലും പാടാൻ പോകത്തില്ല. കാരണം എല്ലാരും അതിൻ്റെ അകത്ത് കളിയാക്കുന്നേക്കാം. അല്ലല്ല, എന്നാലും അതിൻ്റെ അകത്ത് ഒരു നമ്മളൊരു കുടുംബം. ചേട്ടൻ നമ്മളെ കൂട്ടുകാരെ വർഷങ്ങളായിട്ട്. അപ്പൊ നമ്മള് കളിങ്ങില്ല അവിടേക്ക് അങ്ങോട്ടേക്ക് ഇങ്ങോട്ടൊക്കെ സംസാരിച്ച് കളിയാക്കൂലേ? അപ്പൊ നമുക്ക് നിങ്ങൾ തോന്നുന്നു? അങ്ങനെ തോന്നത്തില്ല. അല്ല അത് തന്നെ. അപ്പൊ ഞങ്ങൾ ഇവരുടെ വീട് വരെ ഒന്ന് പോണേണ്ട. വീടൊക്കെ ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ വീട്ടിലൊന്ന് പോയാൽ കൊള്ളാവുന്നുണ്ട്. അപ്പൊ എങ്ങനെയാ വന്നാ? അതെ അതെ, ഞാൻ വണ്ടിയില്ല, അല്ല നമ്മുടെ സുഹൃത്തിന്റെ കാറുണ്ട്. അതിന്റെ വണ്ടിയിലും കുറച്ച് പേരെ കയറാം. എന്നിട്ട് നമുക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് പോവാം. അപ്പൊ വീട്ടിൽ ചെന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ ചോദിക്കാം. വിളിച്ചും വാ വാ വാ.